सभासदों, माननीय अध्यक्ष जी, आइटम नंबर 31 अर्जुन मेघवाल। धन्यवाद अध्यक्ष जी। आदरणीय अध्यक्ष जी, आज लोकसभा की संशोधित कार्यसूची के क्रम संख्या 31 पर अंकित प्रस्ताव को मैं आपकी अनुमति से प्रस्तुत करता हूं। विजुअल ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിനെ അവഹേളിച്ചതാര് എന്ന തർക്കത്തിലും പോരിലും തുടർച്ചയായ തടസ്സപ്പെടലുകൾക്കൊടുവിലാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിച്ചത്. കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായി സ്പീക്കറുടെ ചായ സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധം തറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം. പാർലമെന്റ് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അസ്വാഭാവിക പ്രക്ഷോഭത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഇട്ടതാണ് ഇന്ത്യ സഖ്യത്തെ ചൊടിപ്പിച്ചത്. അംബേദ്കർ അവഹേളനത്തിൽ കോൺഗ്രസിനെതിരെ കുറ്റപത്രം അവതരിപ്പിക്കുന്നതിനിടെയാണ് അമിത്ഷായുടെ വാവിട്ട വാക്ക് ഭരണപക്ഷത്തെ തിരിഞ്ഞുകൊത്തിയത്. വിവാദത്തിലും ബഹളത്തിലും നിരന്തരം തടസ്സപ്പെടുന്ന സഭ ജനാധിപത്യ ഇന്ത്യക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? അംബേദ്കർ സംവാദത്തിൽ അടിതെറ്റിയത് ആർക്കാണ്? എൻകൗണ്ടർ പ്രൈം തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടർ പ്രൈമിൽ നമ്മുടെ അതിഥികൾ CPM-നെ പ്രതിനിധീകരിച്ച് ശ്രീ ജോൺ ബ്രിട്ടാസ് MP, കോൺഗ്രസിലെ ശ്രീ രാജു P. നായർ, BJP-യുടെ അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ്, സ്ഥിരമായ തടസ്സങ്ങൾ ജനാധിപത്യ സ്ഥാപനങ്ങളുള്ള പൊതുവിശ്വാസം ക്രമാനുഗതമായി ഇല്ലാതാക്കുന്നു എന്നാണ് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ ഈ തുടർച്ചയായി സഭകൾ തടസ്സപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഈ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഈ നിലയിൽ അസ്വാഭാവികമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയതിനും വളരെ കുറഞ്ഞ മണിക്കൂറുകളിൽ മാത്രം സഭയുടെ ബിസിനസ് നടത്താൻ ഇടവരുത്തിയതിനും യഥാർത്ഥ കാരണക്കാർ ആരാണ്? എന്തുകൊണ്ടാണ് സഭ ഈ വിധത്തിൽ അലങ്കോലപ്പെട്ടത്? നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഭരണകക്ഷി പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരാഴ്ച ഈ സമ്മേളനത്തിന്, ശൈത്യകാല സമ്മേളനത്തിന് ഒരാഴ്ച ജോർജ് സോറോസ് എന്നുള്ള പേരുയർത്തിക്കൊണ്ട് കേന്ദ്ര ഭരണകക്ഷി പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചു. ആ സമയത്തൊന്നും നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇതുപോലുള്ളൊരു സാരോപദേശം ഞങ്ങൾക്കോ രാഷ്ട്രത്തിനോ നൽകിയില്ല. ഭരിക്കാൻ വേണ്ടിയിട്ടാണ് BJP തിരഞ്ഞെടുത്തത് എങ്കിൽ അവർ ഭരിക്കണം. പ്രതിപക്ഷത്തിൻ്റെ കടമയാണ്, കർത്തവ്യമാണ് പ്രതിഷേധിക്കുക എന്നുള്ളത്. പക്ഷേ ഭരിച്ചാൽ മാത്രം പോരാ, ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശവും വേണം എന്ന് ശാഠ്യം പിടിച്ചതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞ ഈ പ്രതിസന്ധി. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ അമിത്ഷാ രാജ്യസഭയെ അഭിസംബോധന ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൈവിട്ട വാക്കുകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ എത്ര ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയാണ് അദ്ദേഹം രാജ്യസഭയെ അഭിസംബോധന ചെയ്തത്. ഒരു സമയം തന്നെ അദ്ദേഹം പറയുന്നു കോൺഗ്രസ് അംബേദ്കറെ കൈയൊഴിഞ്ഞു എന്ന് പറയുന്നു. മറുവശത്ത് അംബേദ്കർ എന്ന് പറയുന്നത് ഫാഷനാക്കിയിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ അംബേദ്കർ എന്നിങ്ങനെ മന്ത്രം പോലെ ജപിച്ചിരുന്നെങ്കിൽ നിങ്ങൾ 7 ജന്മത്തിലും സ്വർഗത്തിലെത്തിയനെയുമെന്ന്. യഥാർത്ഥത്തിൽ അംബേദ്കറെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, പരുവപ്പെടുത്തി തങ്ങളുടെ ആളാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി 80കൾക്ക് ശേഷം RSS ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമിത്ഷയുടെ മനസ്സിൽ അംബേദ്കർ പ്രദാനം ചെയ്യുന്ന ആശയത്തോടുള്ള വെറുപ്പും വിദ്വേഷവും അദ്ദേഹം അറിയാതെ പുറത്തേക്ക് വന്നു. അതാണ് യഥാർത്ഥ പ്രതിസന്ധി. അംബേദ്കറിനെ പോലെ സർവാധരണീയനായ നമ്മുടെ ഭരണഘടനയുടെ മുഖ്യശില്പിയായ അദ്ദേഹത്തെ അപമാനിച്ചതിന് യഥാർത്ഥത്തിൽ അമിത്ഷാ പാർലമെൻറ്റിൽ വന്ന് ഒരു ഖേദപ്രകടനം, ഒരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രതിസന്ധിക്ക് അയവുണ്ടാകുമായിരുന്നു.
അദ്ദേഹം ചെയ്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പത്രസമ്മേളനം നടത്തുകയും തൻ്റെ സ്വന്തം വാക്കുകൾ എക്സ് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊടുക്കുന്നതിനെ വിലക്കാൻ വേണ്ടിയിട്ട് എലോൺ മസ്കിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് പോസ്റ്റ് ചെയ്തവർക്ക് നോട്ടീസ് നൽകുന്ന രീതിയിലേക്ക് വന്നു. ജനാധിപത്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷവും കൂടി പങ്കെടുക്കുന്ന സർഗാത്മകമായ ഒരു സംവാദമാണ്. പക്ഷെ അത്തരത്തിലുള്ളൊരു സംവാദത്തിൻ്റെ ഇടം നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഒരു കാര്യം കൂടി ഞാൻ പറയും, അതായത് കഴിഞ്ഞ കുറേ കാലമായി BJP ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. അവരെ എതിർത്തിരുന്ന BJPയുടെ പ്രത്യയശാസ്ത്രത്തെ ശക്തമായി പ്രതിരോധിച്ചിരുന്ന വ്യക്തികളെയൊക്കെ തങ്ങളുടെ പക്ഷത്തേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. എന്തിനേറെ സർദാർ പട്ടേലിൻ്റെ ഒരു പ്രതിമ നിർമ്മിച്ച് പട്ടേൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആളാണെന്ന് അവരങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഗാന്ധിവധത്തിന് ശേഷം RSSനെ നിരോധിച്ച വ്യക്തിയാണ് പട്ടേലെന്ന് നമ്മൾ വിസ്മരിക്കരുത്. സവാർക്കറിനെ കേസിൽ പ്രതിയാക്കിയപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് RSS നേതൃത്വം കത്തെഴുതിയപ്പോൾ യഥാർത്ഥത്തിൽ അല്ല, എന്തെങ്കിലും കാരണമില്ലാതെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് സിംലയിലിരുന്ന് മറുപടി അയച്ച ആളാണ് സർദാർ പട്ടേൽ. ആ പട്ടേൽ സംഘടന സ്വന്തം ആളാണ് എന്ന് പറയുന്നു. അതിനുശേഷം വിവേകാനന്ദൻ, അതിനുശേഷം അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തത് ഞങ്ങളല്ലേ, കോൺഗ്രസ് അല്ലല്ലോ എന്ന് പറഞ്ഞ് ഈ പാർലമെൻറ്റിൽ അമിത്ഷാ ആക്രോശിച്ചു. യഥാർത്ഥത്തിൽ അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തത് ആരാണ്? 1990 VP സിംഗ് ഗവൺമെൻറ്റല്ലേ ഭാരതരത്ന കൊടുത്തത്. ആ ഭാരതരത്ന കൊടുത്ത VP സിംഗ് ഗവൺമെൻറ്റിനെ അദ്ദേഹം മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കി എന്നുള്ള പേരിൽ അട്ടിമറിച്ചത് BJP അല്ലേ? അപ്പോൾ അംബേദ്കറിന് ഭാരതരത്ന നൽകിയ ആ ഗവൺമെൻറ്റിനെ ഭരിക്കാൻ അനുവദിക്കാത്ത BJP ഇപ്പോൾ പറയുകയാണ് ഞങ്ങളല്ലേ ഭാരതരത്ന നൽകിയെന്ന്. ഇങ്ങനെ ചരിത്രത്തെ പുനർനിർമ്മിച്ചുകൊണ്ട് ഇതുപോലുള്ള ഇതിഹാസ പുരുഷന്മാരെ ചേർത്ത് നിർത്താൻ വേണ്ടി BJP ശ്രമിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ സത്യം പുറത്തേക്ക് വരും. അത്തരത്തിലുള്ള ഒരു വേളയാണ് യഥാർത്ഥത്തിൽ രാജ്യസഭയിൽ സംഭവിച്ചത്. ഒറ്റ കാര്യം കൂടി, യഥാർത്ഥത്തിൽ ആ ചർച്ചയ്ക്ക് ഭരണഘടനയുടെ 75 വർഷത്തെ സുവർണ പ്രയാണത്തെക്കുറിച്ചുള്ള രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയേണ്ടത് ആരായിരുന്നു? പ്രധാനമന്ത്രിയല്ലേ? ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ആ ചർച്ചയ്ക്ക് മറുപടി പറയുന്നതിൽ നിന്ന് മാറി നിന്ന് തൻ്റെ അനന്തരാവകാശി അമിത്ഷയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മറുപടി പറയാൻ വേണ്ടിയിട്ട് രാജ്യസഭയിലേക്ക് പറഞ്ഞയച്ചത്. ക്യാബിനറ്റ് മന്ത്രിമാരെയൊക്കെ ഇടതും വലതും ഇരുത്തിക്കൊണ്ട് അദ്ദേഹം മണിക്കൂറുകൾക്കപ്പുറത്തേക്ക് അദ്ദേഹം ഇങ്ങനെ ഘോഷമായിട്ട് സംസാരിച്ചു. ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒരു മഹാപ്രളയമാണ് യഥാർത്ഥത്തിൽ രാജ്യസഭയിൽ സൃഷ്ടിച്ചത്. അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് വന്ന് ഇന്ത്യയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായ മല്ലികാർജുൻ ഖാർഗെയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ആക്രോശിച്ചപ്പോൾ യഥാർത്ഥത്തിൽ സഭ നടുങ്ങുകയാണ് ചെയ്തത്. ഇങ്ങനെയാണോ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി പെരുമാറേണ്ടതെന്ന് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിച്ചു. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇതുപോലുള്ള ധാർഷ്ട്യവും ധിക്കാരവും വിളമ്പുമ്പോൾ മനസ്സിലുള്ള സത്യം ഇടയ്ക്ക് പുറത്തേക്ക് വരും. അതാണ് ഇന്ന് അമിത്ഷായെ വരിഞ്ഞു മുറുക്കുന്നത്, BJPയെ വരിഞ്ഞു മുറുക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ രാജ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു സാമാന്യ മര്യാദ, മാപ്പ് പറയുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഹിതകരമല്ലാത്തൊരു കാര്യമൊന്നുമല്ല. ജനാധിപത്യ സംവിധാനത്തിൽ എത്രയോ ഭരണാധികാരികൾ എത്രയോ തവണ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അംബേദ്കറിൻ്റെ സ്മരണയോട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആദരവുണ്ട് എങ്കിൽ അംബേദ്കറിൻ്റെ നിയമസംഹിതകളോട് അംബേദ്കർ എന്നുള്ള വ്യക്തിയെ മാനിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വരി മാപ്പ് അദ്ദേഹം ഈ വൈകിയ വേളയിലെങ്കിലും പറയണം. ഇനി അദ്ദേഹത്തിന് പറയാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വക്താവായിട്ട് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ സ്നേഹിതനെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിഷയത്തിൽ ഒരയവുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ രാജു പി നായർ, ഈ അംബേദ്കറിനോട് ചരിത്രം നീതി പുലർത്തിയില്ല, അംബേദ്കർ അധസ്ഥിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴും അംബേദ്കറിനെ ആ നിലയിൽ അംഗീകരിക്കാനോ അംബേദ്കറുടെ സംഭാവനകളെ മാനിക്കാനോ അംബേദ്കറിനെ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു ഐക്കണായി ഉയർത്തിക്കൊണ്ടുവരാനോ ഒന്നും ശ്രമിക്കാതിരിക്കുകയും അധസ്ഥിത വിഭാഗങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാളി എന്നതുകൊണ്ട് തന്നെ അംബേദ്കറെ കോൺഗ്രസ് വിസ്മൃതിയിലാക്കാൻ അല്ലെങ്കിൽ അംബേദ്കറിന് വേണ്ട ബഹുമതികൾ നൽകാതിരിക്കാൻ ബോധപൂർവം ശ്രമിച്ചു എന്ന് തുടങ്ങിയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളൊരു കുറ്റപത്രമാണ് യഥാർത്ഥത്തിൽ
ഈ ഭരണഘടനയുടെ 75-ാം വാർഷിക ചർച്ചയുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷം ഉന്നയിച്ചത്. അതിൽ പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ 2 തവണ അംബേദ്കറെ കോൺഗ്രസ് തോൽപ്പിച്ചു, ഭാരതരത്നം നിഷേധിച്ചു, പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രം വയ്ക്കാൻ കോൺഗ്രസ് അനുവദിച്ചില്ല, പട്ടിക വിഭാഗക്കാരുടെ കൂട്ടക്കൊലകൾ നടന്നത് കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ്. ഇങ്ങനെ തുടങ്ങി നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ പറയുകയും ചരിത്രരേഖകൾ പറയുകയും ലേഖനങ്ങളെ ഉദ്ധരിക്കുകയും ഒക്കെ ചെയ്തു ഈ സഭാ സമ്മേളന കാലയളവിൽ. അവിടെ അമിത്ഷാ പറഞ്ഞ ഒരു വാചകത്തിൽ വീണ്ടും അത് അംബേദ്കറിനെ അപമാനിക്കുന്ന ഈ സർക്കാർ, ഈ ഭരണപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് പിന്നീട് അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഈ വിവാദം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? പാർലമെന്റിലെ നടപടിക്രമങ്ങൾ തടസ്സപ്പെട്ടതിൽ പ്രതിപക്ഷത്തിന് ഒരു പങ്കുമില്ല എന്നാണോ നിങ്ങൾ പറയുക? ഈ പ്രശ്നം വഷളാക്കിയത് ആരാണ്? അല്ല, ഞാൻ പാർലമെന്റ് തടസ്സപ്പെടുത്തിയതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട MP ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് അധികം കടക്കുന്നില്ല. പക്ഷേ ഒറ്റ കാര്യം മാത്രം ആഡ് ഓൺ ചെയ്യുന്നു. ഇന്ത്യയുടെ പാർലമെന്റുകളിൽ ഇതിനു മുൻപും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ നിയമസഭകളിൽ ഉണ്ടായിട്ടുണ്ട്. ഭരണപക്ഷം പ്രതിപക്ഷ ഒരു ഇതായിട്ട് മാറുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഒരു സഭാനാഥൻ എന്ന രീതിയിൽ സ്പീക്കറിൻ്റെ ചുമതല എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഒരു രാഷ്ട്രീയ സമവായം ഉണ്ടാക്കി കക്ഷി നേതാക്കന്മാരോട് സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത്തരത്തിലൊന്നും ഈ ഇന്നത്തെ രാജ്യസഭയിലും ലോക്സഭയിലും ആ സഭാനാഥന്മാരിൽ നിന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവർ തന്നെ പ്രശ്നം വഷളാക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. പ്രത്യേകിച്ച് ജഗ്ദീപ് ധൻഖറുടെയൊക്കെ വാക്കുകളൊക്കെ എടുത്താൽ ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഒരു വൈസ് പ്രസിഡന്റ് എന്ന രീതിയിലോ അതുപോലെ തന്നെ രാജ്യസഭയുടെ ചെയർമാൻ എന്ന രീതിയിലോ ആ പദവിക്ക് നിരക്കാത്ത, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് നിരക്കാത്ത വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പം ഞാനത് അവിടെ നിൽക്കുകയാണ്. പിന്നെ കുറ്റപത്രം, ആ കുറ്റപത്രം BJPയുടെ ചരിത്ര നിഷേധമല്ലേ? BJPയുടെ ചരിത്ര നിഷേധമാണല്ലോ. അംബേദ്കറിനെ കോൺഗ്രസ് ബഹുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അംബേദ്കർ വരുന്നത് എങ്ങനെയാണ്? ഐക്യ സർക്കാരാണല്ലോ ഉണ്ടാക്കുന്നത്. ഐക്യ സർക്കാർ, ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ സർക്കാർ BR അംബേദ്കറെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ചെയർമാനാക്കി മാറ്റുന്നത് അദ്ദേഹം ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഏറ്റവും വലിയ വിമർശകനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഇല്ലേ? അദ്ദേഹം ബംഗാളിൽ നിന്ന് ജയിച്ചു. ബംഗാളിൽ നിന്ന് അവിടെ ജയിച്ചതിന് ശേഷം ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് മാറി. അങ്ങനെ ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് മാറി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അംഗത്വം നഷ്ടപ്പെട്ട അംബേദ്കറെ ബോംബെയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ ടിക്കറ്റിലാണ്. അങ്ങനെയാണ് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് പിന്നീട് വരുന്നത്. അദ്ദേഹത്തെ ഈ രാജ്യത്തിൻ്റെ ആദ്യത്തെ നിയമമന്ത്രിയാക്കിയതും കോൺഗ്രസ് ആണ്, മനസ്സിലായില്ലേ? പിന്നെ അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു എന്നുള്ളതാണ് പറയുന്നത്. രാജിവെക്കാനുണ്ടായ കാരണം എന്തായിരുന്നു ഗോപികൃഷ്ണൻ? രാജിവെക്കാനുണ്ടായിരുന്ന കാരണം ഹിന്ദു കോഡ് ബില്ല് നടപ്പിലാക്കാൻ അന്നത്തെ പാർലമെന്റിൽ ആ സമയത്ത് 1952 അത് നടപ്പിലാക്കാൻ ജവഹർലാൽ നെഹ്റു സാധിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹം രാജിവെക്കുന്നത്. ആ ഹിന്ദു കോഡ് ബില്ലിനെ എതിർത്തതാരാ ഗോപികൃഷ്ണൻ? ശ്യാം പ്രസാദ് മുഖർജി ഉൾപ്പെടെയുള്ള RSSും ഹിന്ദു മഹാസഭയും അല്ലേ ഹിന്ദു കോഡ് ബില്ലിനെ എതിർത്തത്? ആ ഹിന്ദു കോഡ് ബില്ലിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രക്ഷോഭം നടത്തിയതും അംബേദ്കറുടെ കോലം കത്തിച്ചതും ഈ സംഘടനയല്ലേ? അപ്പോൾ ഹിന്ദു കോഡ് ബില്ല് നടപ്പാക്കാതെ, കാരണം അത് നെഹ്റു ഡ്രാഫ്റ്റ് ചെയ്തതാണ്. നെഹ്റു ഡ്രാഫ്റ്റ് ചെയ്ത് അംബേദ്കർ പൈലറ്റ് ചെയ്ത് കൊണ്ടുവന്ന ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ എതിർക്കപ്പെടുകയും അത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ വികാരങ്ങൾ ഇളക്കിവിട്ട് RSS അതിന് പ്രക്ഷോഭവുമായിട്ട് പോയപ്പോൾ ആ പാർലമെന്റ് സമ്മേളനത്തിൽ അത് പാസ്സാക്കേണ്ട എന്നുള്ളൊരു നിലപാട്, അല്ലെങ്കിൽ അതൊന്ന് പിന്നോട്ട് വലിഞ്ഞതിനെ എതിർത്തുകൊണ്ടാണ് അംബേദ്കർ രാജിവെക്കുന്നത്. പക്ഷെ അതിനുശേഷം വന്ന ജവഹർലാൽ നെഹ്റു തന്നെ ഈ ഹിന്ദു കോഡ് ബില്ല് 4 ബില്ലുകളായിട്ട്, സക്സഷൻ ആക്ട് ഉൾപ്പെടെ 4 ബില്ലുകളായിട്ട് അത് പാസ്സാക്കി. 58-ൽ അംബേദ്കർ അതിന് നെഹ്റുവിനെ പ്രശംസിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ഇത്രയും ചരിത്ര സത്യങ്ങൾ നിൽക്കുമ്പോൾ ഈ രാജ്യത്ത് അംബേദ്കറൈറ്റ് നയങ്ങൾ നടപ്പിലാക്കിയ സർക്കാരുകളെ, കോൺഗ്രസിന്റെ സർക്കാർ, എങ്ങനെയാണ് പട്ടികജാതി വിഭാഗത്തിന് റിസർവേഷൻ ഉണ്ടായത്? എന്തായിരുന്നു BJPയുടെയും RSSന്റെയും സംവരണ നയം? എന്തായിരുന്നു? ഇപ്പോഴാണല്ലോ, ഈ അവസാനമാണല്ലോ സ്വന്തം നയത്തെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് സാമ്പത്തിക നീതി നടപ്പിലാക്കണം എന്ന് ഇന്ത്യ മുന്നണി മുന്നിലേക്ക് വലിയ പ്രക്ഷോഭം നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയാക്കി പോയപ്പോൾ താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സംവരണത്തെ അട്ടിമറിക്കാൻ സമ്മതിക്കില്ല എന്ന് കള്ളം പറഞ്ഞത് ഈ സമയത്താണല്ലോ. ഈ ചരിത്രകാലം മുഴുവൻ
അംബേദ്കറുടെ ആശയങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് അവർക്ക് അർഹിക്കുന്ന പരിഗണന, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംവരണം നടപ്പാക്കിയപ്പോൾ ആ സംവരണ നയത്തിനെതിരായിട്ട് നിന്നത് കാലാകാലങ്ങൾ RSS അല്ലേ? അദ്ദേഹം അംബേദ്കർ ഡ്രാഫ്റ്റ് ചെയ്ത് ചെയർമാനായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് ഈ രാജ്യം അംഗീകരിച്ച ഭരണഘടനയെ തള്ളിപ്പറഞ്ഞത് സവർക്കർ അല്ലേ? RSS അല്ലേ? സവർക്കർ എന്താ പറഞ്ഞത്? ഈ ഭരണഘടനയിൽ ഇന്ത്യയുടേതായ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. മനുസ്മൃതി ആയിരിക്കണം ഈ രാജ്യത്തിന്റെ ഭരണഘടന. ഏതു മനുസ്മൃതി? BR അംബേദ്കർ എന്ന് പറയുന്ന മനുഷ്യൻ ഹിന്ദു സമുദായത്തിലുള്ള കാസ്റ്റും സെക്സ് ടു സെക്സുമുള്ള ഇന്നിക്വാലിറ്റിയെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഹിന്ദു കോഡ് ബില്ല് പൈലറ്റ് ചെയ്തുകൊണ്ടുവന്ന ആ മനുഷ്യൻ എതിർത്ത മനുസ്മൃതിയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാകേണ്ടിയിരുന്നത് എന്ന് വാദിക്കുന്നവരാണ് BJPയും RSSഉം. ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു തിരികെ നടത്തമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ചരിത്രത്തിൽ മുഴുവൻ അംബേദ്കറെയും അംബേദ്കറുടെ ആശയങ്ങളെയും നിഷേധിച്ച ഒരു പാർട്ടി, ഒരാശയം, ഇന്ത്യയിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്ന സംവരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച RSS, ആ RSS ഇത് അംബേദ്കർ ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞാൽ അംബേദ്കർ പാർലമെന്റിലും അല്ലെങ്കിൽ ആ രാജിവെച്ച സ്പീച്ചൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം. എന്തുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത് എന്ന് വായിച്ചു നോക്കണം. RSSനെ സംബന്ധിച്ചും മനുസ്മൃതിയെ സംബന്ധിച്ചും അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നൊക്കെ വായിച്ചു നോക്കണം. ഇതൊക്കെ വായിച്ചു നോക്കിയാൽ പിന്നെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ വക്താവായിട്ട് ആരാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല, എൻ്റെ മുന്നിൽ TV ഇല്ലാത്തതുകൊണ്ട് ആ പ്രതിനിധിക്കും വന്നിരുന്ന് പറയാൻ കഴിയില്ല. സ്വന്തം പിതൃത്വത്തെയും സ്വന്തം ആശയത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ന് BR അംബേദ്കറെ അവരുടെ നേതാവാക്കാൻ ശ്രമിച്ചാൽ ചരിത്രം എപ്പോഴും അതിനെതിരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ചരിത്രത്തിൽ BR അംബേദ്കറുടെ ആശയങ്ങളെ അട്ടിമറിച്ച ആശയത്തിൻ്റെ പേരാണ് ഹിന്ദുത്വ രാഷ്ട്രീയം. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ അംബേദ്കറുടെ ഭാഗത്തേക്ക് എത്താൻ നോക്കുന്നത് ഒരു കാരണവശാലും ചരിത്രത്തിൽ നീതീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് അംബേദ്കർ അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഇന്ന് ഈ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ചരിത്രത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഇന്നത്തെ ജനതയെ വഴിതിരിച്ചുവിടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് മനസ്സിലായി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വെച്ച സാമ്പത്തിക നീതി എന്നുള്ള രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ജാതി സെൻസസ് നടത്തണം എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ആവശ്യമായി മാറുന്നു. ജാതി സെൻസസ് നടത്തിയാൽ ഈ രാജ്യത്തെ പട്ടികജാതി വിഭാഗങ്ങളുടെ കണക്കെടുത്താൽ, പട്ടികവർഗ വിഭാഗങ്ങളുടെ കണക്കെടുത്താൽ, പിന്നോക്ക ജാതികളുടെ കണക്കെടുത്താൽ ഇതെല്ലാം കഴിയുമ്പോൾ അർഹിക്കാത്ത വലിയ ഒരു പരിഗണന ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സവർണ ഹിന്ദുത്വത്തിൻ്റെ കയ്യിലാണ്. അതേസമയം ഈ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ മറ്റുള്ളവർക്ക് അർഹിക്കുന്ന പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ള സത്യം പുറത്തു വരും. അത് അംബേദ്കറൈറ്റ് ആശയമാണ്. ജാതി സെൻസസ് നടപ്പാക്കി ഈ എന്താ പറയുക ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുക എന്നുള്ളത് അംബേദ്കറൈറ്റ് ആശയമാണ്. ആ അംബേദ്കറൈറ്റ് ആശയത്തെ ഈ 2024 തെരഞ്ഞെടുപ്പിൽ പോലും എതിർത്തവർ, ആ എതിർത്തവർ ഇന്ന് അംബേദ്കറെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ചരിത്രത്തോട് പല്ലൊളിച്ച് കാണിക്കുന്നതിന് തുല്യമാണ്. ശരി, അഡ്വക്കേറ്റ് ശ്രീ VP ശ്രീപത്മനാഭൻ, അതായത് ജഗ്ദീപ് ധൻഖറിന്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്ക തന്നെ ഇങ്ങനെ നിരന്തരം തടസ്സപ്പെടുന്ന സഭകൾ എന്ത് സന്ദേശമാണ് രാജ്യത്തിന് നൽകുക എന്നതാണ്. പക്ഷെ നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായി ഉപരാഷ്ട്രപതിക്കെതിരെ അവിശ്വാസം രേഖപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രമേയം വന്ന സമ്മേളനമാണിത്. സുപ്രധാനമായ വിഷയങ്ങൾ, അതായത് അദാനിയാകട്ടെ, സംഭാലാകട്ടെ, മണിപ്പൂരാകട്ടെ, വയനാടാകട്ടെ, പ്രതിപക്ഷ കക്ഷികൾക്ക് സംസാരിക്കാൻ അവസരമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ജോർജ് സൊറോസിൻ്റെ കാര്യം സംസാരിക്കാൻ ഭരണപക്ഷ അംഗങ്ങൾക്ക് യഥേഷ്ടം സമയം അനുവദിക്കുക. ഇങ്ങനെ പക്ഷപാതപരമായി സഭയെ നിയന്ത്രിക്കുന്ന ഒരു സഭാനാഥൻ എന്ന നിലയിൽ ഈ സഭയെ കളങ്കപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചു എന്നതുകൊണ്ട് ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അങ്ങനെയുള്ള ജഗദീപ് ധൻഖറിന് ഈ സഭാ സമ്മേളനത്തിൽ ഏറ്റവും അധികം ഭരണപക്ഷ MP-മാർ ബഹളം വെച്ച് സഭ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായ സമ്മേളനത്തിൽ അങ്ങനെയുള്ള ഒരു ഭരണകക്ഷിക്ക് എങ്ങനെയാണ് ഈ സംഭവങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യാൻ കഴിയുക? ഗോപികൃഷ്ണ, ഈ കൊല്ലത്തെ ശീതകാല സമ്മേളനം കലക്കണമെന്ന് കോൺഗ്രസ്സുകാർ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. കെട്ടിപ്പോയി എന്ന് വിചാരിച്ച മഹാരാഷ്ട്രയിൽ 8 നില പൊട്ടി. മുന്നിട്ട് നിന്ന ഹരിയാനയിൽ തോറ്റു തുന്നം പാടി. വേറെ ഒരു തമാശ ഉണ്ടായിട്ടുണ്ട്.
ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നു. നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ജമ്മു കാശ്മീരിൽ ജമ്മു മേഖല, ഹിന്ദു ഭൂരിപക്ഷ മേഖല ജമ്മു മേഖലയിൽ കോൺഗ്രസിന് എത്ര സീറ്റ് അറിയോ? 0. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ജമ്മുവിൽ കോൺഗ്രസ് 0 അടിച്ച തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ജമ്മുവിൽ 0. അവിടെ ആ നാഷണൽ കോൺഫറൻസിന്റെ പിന്നാലെ നടന്നിട്ട് എന്തോ കിട്ടിയിട്ടുണ്ട്. കാശ്മീരിൽ കിട്ടിപ്പോയി. ഫയൽവാൻ, ജവാൻ, കിസാൻ, ഹരിയാന പോയി. മഹാരാഷ്ട്ര കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റിൽ ലീഡ് ചെയ്തു ജയിച്ചു. അവിടെ ദയനീയമായി തോറ്റു. അംബേദ്കറുടെ രാഷ്ട്രീയ കർമ്മമണ്ഡലമായ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം. അംബേദ്കർ മത്സരിച്ച മുംബൈയിൽ 3 സീറ്റ്. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് തോറ്റു തുന്നമ്പാടി. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ച ആത്മവിശ്വാസത്തിൽ ഈ 2 സംസ്ഥാനങ്ങളും, ഇന്ത്യയിലെ സാമ്പത്തിക തലസ്ഥാനം ഉൾപ്പെട്ട മഹാരാഷ്ട്ര, ബോംബെ ഉൾപ്പെട്ട മഹാരാഷ്ട്ര പിടിക്കാൻ കച്ചകെട്ടിറങ്ങിയ 3 മുഖ്യമന്ത്രി കുപ്പായം തുന്നിച്ചു എന്നാ കേട്ടെ കോൺഗ്രസ്സുകാർ. 3 കോൺഗ്രസ് നേതാക്കന്മാര് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി കുപ്പായം തുന്നിച്ചു. കാരണം 12 സീറ്റോടുകൂടി 1ാമത്തെ പാർട്ടിയായിരുന്നു മഹാരാഷ്ട്രയിൽ. ശിവസേനയ്ക്ക് കൊടുക്കണ്ട ഇത്തവണ എന്ന് പറഞ്ഞ് 3 കോൺഗ്രസ് നേതാക്കന്മാർ കുപ്പായം തുന്നിച്ചു. പൊട്ടിപ്പാളീസായി. ഇതിന്റെ വിഷമം തീർക്കാൻ, ഫ്രസ്ട്രേഷൻ തീർക്കാൻ, ഇത് BJPക്ക് ഉണ്ടായ രാഷ്ട്രീയമായ ചൈതന്യം, ഹരിയാനയിലെ വിജയം, മഹാരാഷ്ട്രയിലെ വിജയം, ജമ്മുവിലെ സമ്പൂർണ്ണ വിജയം. കാരണം കാശ്മീർ ഒരിക്കലും BJP വരില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ പോയ ജാർഖണ്ഡിൽ കോൺഗ്രസ് അല്ല ജയിച്ചത്, അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടി. ആ കോൺഗ്രസിന് എന്തോ അവരെ പിന്നാലെ നടന്നിട്ട് എന്തോ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് കോൺഗ്രസ് വന്നത് ഈ പാർലമെന്റ് സമ്മേളനം കലക്കാൻ. ഞാൻ ചോദിക്കട്ടെ, 6 ദിവസം അഡാനിക്കെതിരെ അമേരിക്കയിൽ കേസ് ഉണ്ട് അത്രേ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, അതിന് ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിപ്പിച്ചിട്ട് എന്താ കാര്യം? ഉമ്മൻചാണ്ടി അഡാനിയെ എന്തിനാ വിഴിഞ്ഞത്ത് കൊണ്ടുവന്നത്? കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനിൽ 5 കൊല്ലം കൊണ്ട് അഡാനി എന്തിനാ 60,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയത്? കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ അഡാനിക്ക് നിക്ഷേപം ഉണ്ടോ ഇല്ലയോ? ഇപ്പോഴും നടത്തുന്നുണ്ടല്ലോ. തെലുങ്കാനയിൽ വരെ അഡാനി നിക്ഷേപം തുടങ്ങിയല്ലോ. അഡാനി നിക്ഷേപിക്കാത്ത സംസ്ഥാനം ഏതാ? ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതി തടസ്സപ്പെടുത്തിയില്ലല്ലോ. ഭരണം മാറിയപ്പോ പിണറായി വിജയൻ പറഞ്ഞോ അഡാനി ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. തമിഴ്നാട്ടിൽ നിക്ഷേപം, കർണാടകയിൽ നിക്ഷേപം, മഹാരാഷ്ട്രയിൽ നിക്ഷേപം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നിക്ഷേപം. രാഷ്ട്രീയ ഭേദമെന്ന് ഏത് പാർട്ടി ഭരിച്ചാലും അഡാനിക്ക് നിക്ഷേപമുണ്ട്. ആ അഡാനി അമേരിക്കയിൽ കേസിലോ ഉണ്ടായിക്കോട്ടെ എന്ന്, അതിനെന്തിനാ ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നത്? അങ്ങനെ ഒരാവശ്യവുമില്ലാതെ 6 ദിവസം പോയി. 6 ദിവസം. ഞാൻ വേറൊരു സംഭവം പറയട്ടെ. ഇവിടെ ജോൺ ബ്രിട്ടാസ് ഇരിക്കണ്ടല്ലോ. സാറേ, നിങ്ങൾ പെഗാസിന്റെ പേരിൽ ഒരു സമ്മേളനം മുഴുവൻ അലമ്പാക്കിയവരല്ലേ? ഒരു സമ്മേളനം മുഴുവൻ നിങ്ങൾ പെഗാസിന്റെ പേരിൽ കളഞ്ഞു കുളിച്ചില്ലേ? എന്തായി പെഗാസിസ്? എന്തായി? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ പരിശോധനയ്ക്ക് കൊടുത്തോ? സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം ഒരു അന്വേഷണമൊക്കെ ആരംഭിച്ചിരുന്നല്ലോ. ആരെങ്കിലും കൊടുത്തു? ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്റെ ഫോൺ ഒന്ന് പരിശോധിക്കൂ, എന്റെ ഫോണ് BJPക്കാര്, ഗവൺമെന്റ് ഇസ്രായേലിയുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് ടേപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കൊടുക്കണേ. ആരെങ്കിലും കൊടുത്തോ? ഒരു ചുക്കും നടന്നില്ല. അപ്പോ എത്ര സമ്മേളനങ്ങൾ അലമ്പാക്കി പെഗാസിന്റെ പേരിൽ, ഹിൻഡർബർഗിന്റെ പേരിൽ, ഇത്തവണ അഡാനിയുടെ പേരിൽ. ഇത് അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയതറിയോ? സമാജ്വാദി പാർട്ടി എതിർത്തു, തൃണമൂൽ കോൺഗ്രസ് എതിർത്തു. അവര് പറഞ്ഞു ഇത് ശരിയല്ല, ഞങ്ങൾക്ക് പല കാര്യങ്ങളും സഭയിൽ ഉന്നയിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ പറയണം, നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കൂടെ നിന്നവർ കാലുമാറാൻ തുടങ്ങിയപ്പോഴാണ് സ്പീക്കർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു തീരുമാനം. എന്താ? ഭരണഘടന ചർച്ച ചെയ്യണമെന്ന്. ചർച്ച ചെയ്യാം. BJPക്ക് എന്താന്ന് ഭരണഘടന ചർച്ച ചെയ്യാൻ വിഷമം? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിരുന്നു.
ഞങ്ങൾക്ക് എന്താ വിഷമമെന്ന്? ശ്യാമപ്രസാദ് മുഖർജി കൂടി ഒപ്പിട്ട് പാസ്സാക്കിയതല്ലേ. ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. ഞങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ അതിനിടയിൽ ഒരു കാര്യം ശ്രീ പത്മനാഭൻ, അതായത് ഈ അംബേദ്കർ എന്ന് പറയുന്ന അത്രയും സമയം ദൈവത്തിന്റെ പേര് പറഞ്ഞിരുന്നുവെങ്കിൽ 7 ജന്മങ്ങളിലും സ്വർഗം ലഭിക്കുമായിരുന്നു ഇവർക്ക് എന്ന് പറഞ്ഞ പ്രസ്താവന അവഹേളന സ്വഭാവം ഉള്ളതാണോ, അതോ അതങ്ങനെ പറയുന്നത് തെറ്റില്ല എന്നതാണോ? ഗോപികൃഷ്ണ, സഭയ്ക്കുള്ളിൽ നടന്ന സംസാരങ്ങൾ, സഭയ്ക്കുള്ളിൽ നടന്ന പ്രവർത്തികൾ, അതിന്റെ തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് സഭയാണ്. എന്ന് വെച്ചാൽ സഭാ അധ്യക്ഷനാണ്. ഞാൻ 2 ഉദാഹരണം തരാം. JMM മുക്തിമോർച്ച കേസ്, കോൺഗ്രസ്സുകാർ പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിച്ചു. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കോടാനുകോടി രൂപ നരസിംഹറാവു ഗവൺമെന്റിനെ രക്ഷിക്കാൻ കോൺഗ്രസ്സുകാർ പെട്ടിയിലാക്കി കൊടുത്തു, സൂട്ട് കേസിൽ കൊടുത്തു. എന്നിട്ട് JMM MP-മാരെ വിലക്കെടുത്തു. ആ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സഭയ്ക്കകത്ത് നടന്ന കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടില്ല, ഞങ്ങൾക്ക് അധികാരമില്ല. ഇനി ഇവിടെ 13 ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളെ പുറത്താക്കി. എന്തിനറിയോ? പൈസ വാങ്ങി ചോദ്യം ചോദിച്ചതിന്. അതും സുപ്രീം കോടതിയിൽ അവർ ചോദ്യം ചെയ്തു, ഞങ്ങളെ പുറത്താക്കിയത് ശരിയല്ല എന്ന് പറഞ്ഞ്. എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? ഞങ്ങൾ ഇടപെടില്ല, അത് സഭയുടെ തീരുമാനമാണ്. സഭയ്ക്ക് പരമാധികാരമുണ്ട്, പ്രിവിലേജ് ഉണ്ട്. ഒരാൾ സഭയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് സഭാ ചട്ടങ്ങൾക്കും മര്യാദകൾക്കും ലംഘനമാണെങ്കിൽ അതിനെ എതിർക്കുന്ന ആൾക്കാർക്ക് പറയാം, ഇത് എക്സ്പെൻഡ് ചെയ്യണം, നീക്കം ചെയ്യണം രേഖകളിൽ നിന്ന്. അങ്ങനെ എല്ലാ സഭാ സമ്മേളനങ്ങളിലും നിരവധി വാക്കുകൾ, സെന്റൻസുകൾ എക്സ്പെൻഡ് ചെയ്യാറുണ്ട്, നീക്കം ചെയ്യാറുണ്ട്. അത് സഭാ അധ്യക്ഷൻ തീരുമാനിക്കുക. അതിന് വേറൊരാൾക്ക് അഭിപ്രായം പറയാൻ അധികാരമില്ല. ഇവിടെ ഇദ്ദേഹം പറഞ്ഞതിൽ, അമിത്ഷാ പറഞ്ഞതിൽ സഭാ അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല, എക്സ്പെൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം അത് സഭയുടെ പരമാധികാരത്തിന് വരുന്നതാണ്. അവിടെ സഭയിൽ അത് ശരിയാണ് എന്ന് വന്നിരിക്കുന്നു. കാരണം കോൺഗ്രസ്സുകാരോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫാഷൻ ആയിട്ടുണ്ട് ഇത്, അതുകൊണ്ട് അങ്ങനെ അവരെ കളിയാക്കാൻ പറഞ്ഞതാണ്. അതിൽ തെറ്റില്ല എന്നതാണ് സഭാധ്യക്ഷന്റെ തീരുമാനം. ഇനി സഭാധ്യക്ഷനെ ഞങ്ങൾ അംഗീകരിക്കില്ല, BJP ആണ്. നിങ്ങൾ ഭരിക്കുമ്പോൾ സഭാധ്യക്ഷൻ നിങ്ങളുടെ പാർട്ടിക്കാരൻ, ഞങ്ങൾ ഭരിക്കുമ്പോൾ സഭാധ്യക്ഷൻ ഞങ്ങളുടെ പാർട്ടിക്കാരൻ. കേരളത്തിലെ സ്പീക്കർ ഷംസീർ CPM, അത് സ്വാഭാവികമല്ലേ? ശരി ശ്രീ VP, ഞങ്ങളുടെ അധ്യക്ഷനെ നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് ശരി പത്മനാഭൻ, ഞാനതാ വരും. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം ശ്രീ ജോൺ ബ്രിട്ടാസ് MP അദ്ദേഹം കൈ ഉയർത്തിയത് ഞാൻ കണ്ടു. ഞാൻ താങ്കളിലേക്ക് വരാം. വളരെ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം, സഭയിൽ ഉണ്ടായിരിക്കുന്ന വാക്ക് തർക്കങ്ങളിലും പരസ്പരം പോരിലും തിരിച്ചടിയേറ്റത് ആർക്കാണ്? ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. ശീതകാല സമ്മേളനം പ്രക്ഷുബ്ധതയോടുകൂടിയാണ് അവസാനിച്ചിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇവിടെ പെഗാസസിന്റെ പേരിൽ സഭ തുടർച്ചയായി തടസ്സപ്പെടുത്തിയ ഇടതുപക്ഷ അംഗങ്ങളെക്കുറിച്ച് സഭയ്ക്കകത്ത് നടത്തുന്ന പരാമർശങ്ങൾ അവഹേളന സ്വഭാവമാണോ എന്നതിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള സഭാനാഥന്റെ അവകാശത്തെക്കുറിച്ച്, ബോധപൂർവം സഭ കലക്കണമെന്ന ദുരുദ്ദേശത്തോടുകൂടി എത്തിയ കോൺഗ്രസ് അംഗങ്ങളെക്കുറിച്ച് ആണ് ശ്രീ പത്മനാഭൻ, BJP പ്രതിനിധി, ഇവിടെ സംസാരിച്ചത്. താങ്കളുടെ മറുപടി. ഗോപികൃഷ്ണൻ, എനിക്ക് യഥാർത്ഥത്തിൽ ഈ പത്മനാഭൻ്റെ ഈ പ്രതിപാദനം കേട്ടപ്പോൾ അദ്ദേഹം മനഃപൂർവ്വം എന്തോ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണോ, അതെയോ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടാണോ എന്നൊരു സംശയം വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയെ ഞാൻ സംശയിക്കുന്നില്ല. ഞാൻ അവസാനം അദ്ദേഹം പറഞ്ഞതിലേക്ക് വരാം. അതായത് അമിത്ഷാ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഗോപികൃഷ്ണൻ്റെ ചോദ്യത്തിന് കൃത്യമായിട്ട് മൂപ്പർക്ക് മറുപടിയില്ല. അതൊക്കെ സഭാ അധ്യക്ഷൻ്റെ അധികാരപരിധിയിൽ വരുന്നതല്ലേ? അപ്പോൾ സഭാധ്യക്ഷൻ അത് എക്സ്പെൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ പത്മനാഭ, അതായത് ഇതിൽ സാങ്കേതികപരമായിട്ട് യാതൊരു തകരാറുമില്ല. അതായത് അമിത്ഷാ പറഞ്ഞത് എന്തെങ്കിലും തരത്തിൽ പാർലമെൻ്ററി ആയിട്ടുള്ള പ്രതിപാദനമല്ല. യഥാർത്ഥത്തിൽ അമിത്ഷാ പറഞ്ഞ വാചകങ്ങൾ അവിടെ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് ഇന്ന് അമിത്ഷാ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ അമിത്ഷാ തൻ്റെ വാചകങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകരുത് എന്ന് ഇപ്പോൾ ശഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അൺപാർലമെൻ്ററി സ്വഭാവത്തെക്കുറിച്ചല്ല നമുക്കിവിടെ സംവാദം നടത്തേണ്ടത്. അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് RSSന്
അംബേദ്കറോടുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രതിഫലനമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരേ സമയം നിങ്ങൾ അംബേദ്കർ നിങ്ങളുടേതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അറിയാതെ തികട്ടി വന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയെ അപമാനിക്കുന്നതാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതല്ലാതെ അദ്ദേഹം അൺപാർലമെൻ്ററി ആയിട്ടുള്ള പദപ്രയോഗം പറഞ്ഞു. ഉദാഹരണം പറഞ്ഞാൽ സഭയിലിപ്പം ജൂട്ട്, കള്ളം എന്നൊക്കെ പറഞ്ഞാൽ അൺപാർലമെൻ്ററിയാണ്, അതൊക്കെ എക്സ്പെൻഡ് ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവവും പരാതി ഞങ്ങൾക്കില്ല. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ തങ്ക ലിപികൾ തന്നെ അവിടെ കിടക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിലും RSSന് അംബേദ്കറോടുള്ള നിലപാട് എന്താണെന്നുള്ളത് ഇന്ത്യയും ലോകവും മനസ്സിലാക്കട്ടെ എന്നുള്ളത്. ഇനി അടുത്ത് അദ്ദേഹം ഈ പറഞ്ഞ അദാനിയെക്കുറിച്ച് പറഞ്ഞു. പത്മനാഭൻ, അതായത് പണ്ട് സ്വീഡിഷ് റേഡിയോ ആണ് ബൊഫേഴ്സ് കുംഭകോണത്തെക്കുറിച്ചുള്ള ഒരു വാർത്താശകലം പുറത്തുവിട്ടത്. അന്ന് 4/3 ഭൂരിപക്ഷം രാജീവ് ഗാന്ധിക്ക് പാർലമെൻറ്റിലുണ്ടായിരുന്നു. ഞാനന്ന് മാധ്യമപ്രവർത്തകനായിട്ട് പാർലമെൻറ്റ് കവർ ചെയ്തൊരു സമയമാണ്. ആ 4/3 ഭൂരിപക്ഷം വെച്ചിട്ട് വേണമെങ്കിൽ ഈ ബൊഫേഴ്സിനെ കുറിച്ച് ഒരു ചർച്ചയും അനുവദിക്കാതിരിക്കാമായിരുന്നു അദ്ദേഹത്തിന്. ബൽറാം ജാക്കറിനെ പോലുള്ള സ്പീക്കറൊക്കെ അദ്ദേഹത്തിൻ്റെ തുണയ്ക്കുണ്ടായിരുന്നു. പക്ഷേ എത്രയോ ചർച്ചകൾ ഈ പറഞ്ഞ ബൊഫേഴ്സ് കുംഭകോണത്തെക്കുറിച്ച് പാർലമെൻറ്റിലുണ്ടായി. സംയുക്ത പാർലമെൻ്ററി സമിതി ഉണ്ടായില്ലേ പത്മനാഭ? ഇപ്പോൾ എന്താണ്? അദാനിയെ സംബന്ധിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അമേരിക്കയിലുണ്ടായി. അത് അമേരിക്കക്കാരുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോയ വിഷയമല്ല. ഇന്ത്യയിൽ നടന്ന 2000-ഓളം കോടി രൂപയുടെ അഴിമതിയെക്കുറിച്ചാണ്. നമ്മുടെ ഉദ്യോഗസ്ഥ മേധാവികളും ചില രാഷ്ട്രീയ നേതാക്കളും കൂടി 2000-ലേറെ കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നുള്ള വെളിപ്പെടുത്തലാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ച് അമേരിക്കയിൽ കേസ് നടക്കുന്നു. അവിടുത്തെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ അന്വേഷിക്കുന്നു. അവിടെ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് പ്രകാരം അദാനിക്കെതിരെ കേസെടുത്ത് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നു. ഉടനെ പത്മനാഭൻ പറയാണ് അത് അമേരിക്കക്കാരൻ്റെ പ്രശ്നമാണ്. അത് അമേരിക്കക്കാരൻ്റെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. ഈ ബൊഫേഴ്സ് ഉൾപ്പെടെ എന്തെല്ലാം വിഷയങ്ങൾ, 2G സ്കാം ഉൾപ്പെടെ എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അദാനിയുടെ ഈ പറഞ്ഞ കുംഭകോണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പാർലമെൻറ്റിൽ നടത്താതിരുന്നത്? നിങ്ങൾ അതേസമയം എന്താണ് ചെയ്യുന്നത്? ഈ അദാനിയെക്കുറിച്ചുള്ള അമേരിക്കൻ കോടതിയിലെ കേസിൻ്റെ യഥാർത്ഥ വിഷയമെന്ന് പറയുന്നത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ജോർജ് സോറോസ് ശ്രമിക്കുന്നതാണ് എന്നുള്ളതല്ലേ നിങ്ങൾ വ്യാഖ്യാനിച്ചത്. അപ്പോഴാണ് ഞാൻ രാജ്യസഭയിൽ പറഞ്ഞ് ഓൺ റെക്കോർഡായിട്ട്, ശരി, നിങ്ങൾ ഉയർത്തുന്ന ജോർജ് സോറോസിനെ കൊണ്ടുവരാൻ കാരണമായ അദാനിയുടെ വിഷയവും രണ്ടും കൂടി ഒരുമിച്ച് ചർച്ച ചെയ്യും. നിങ്ങൾ ഒരാഴ്ചയല്ലേ പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചത്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചർച്ചകളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയും. എൻ്റെ പത്മനാഭ, ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ മണിപ്പൂർ 20 മാസമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് പോയിട്ടില്ല. മണിപ്പൂരിനെ കുറിച്ച് ഒരു ചർച്ച നടത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങൾ സമ്പലിലെ ആ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നത് നിങ്ങൾ സംഭവിച്ചോ? നിങ്ങൾ ഈ പറഞ്ഞ കാർഷിക പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിച്ചോ? പെഗാസിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തണമെന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിച്ചോ? എത്രയോ ചർച്ചകൾ നടന്നു. ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഈ അദാനി വിഷയം താങ്കൾ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അതായത് ഹർഷത് മേത്ത ഓഹരി കുംഭകോണത്തിലെ കൃത്രിമം, ഖേദൻ പരേക്ക് ഓഹരി കുംഭകോണത്തിലെ വെട്ടിപ്പ്, ഇതൊക്കെ പാർലമെൻറ്റ് എത്രയോ മണിക്കൂറുകൾ ചർച്ച ചെയ്തു. സംയുക്ത പാർലമെൻ്ററി സമിതി അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലേ പത്മനാഭ? അപ്പോഴൊക്കെ ഉണ്ടായിരുന്നൊരു മര്യാദ, പാർലമെൻ്ററി മര്യാദ ഇന്ന് നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ ശഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി പെഗാസസിൻ്റെ വിഷയത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞപ്പോൾ നിരവധി മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും അവരുടെ മൊബൈൽ ഫോണുകൾ അന്വേഷിക്കാൻ കൊടുത്തു. എന്താണ് ആ കമ്മിറ്റി പറഞ്ഞത്? സുപ്രീം കോടതി സമർപ്പിച്ച കമ്മിറ്റിയുടെ അന്തസത്ത എന്താണ്? കേന്ദ്ര സർക്കാർ ഈ പരിശോധനയുമായി അന്വേഷണവുമായി സഹകരിച്ചില്ല എന്നാണ് ആ കമ്മിറ്റി യഥാർത്ഥത്തിൽ പറഞ്ഞത്. ആ റിപ്പോർട്ട് ഇപ്പോഴും സീൽഡ് കവറിൽ അവിടെ കിടക്കുകയാണ്. ആ ഒരു ഓപ്പറേറ്റീവ് ഭാഗം മാത്രമേ നിങ്ങൾ പുറത്തു വിട്ടിട്ടുള്ളൂ. ഇനി ഒന്നും കൂടെ പറയാം. അതായത് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഐഫോൺ നൽകിയ അലേർട്ട് സംബന്ധിച്ച് നിങ്ങളുടെ ഫോൺ ഒരു സ്റ്റേറ്റ് ഏജൻസി ഹാക്ക് ചെയ്യാൻ പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് വന്നപ്പോൾ നിരവധി പേർ പരാതി പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ 3 വർഷം മുമ്പ് അത് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ക്വിക്ക് റെസ്പോൺസ് സമിതിയെ ഏൽപ്പിച്ചു. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയെ. 3 വർഷമായിട്ടും ഐഫോൺ പൊതുപ്രവർത്തകർക്ക് നൽകിയ വാണിംഗ് എന്തുകൊണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം ഇതുവരെ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല.
നിങ്ങൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഭാഗികമായ പ്രാഥമികമായിട്ടുള്ള ഒരു സത്യവാങ്മൂലത്തിൽ നിങ്ങൾ പെഗാസസ് വാങ്ങിയില്ല എന്ന് പറയാൻ തയ്യാറായിട്ടുമില്ല. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കഴുത്തിൽ നിങ്ങൾ ഒരു കയറിട്ട് കുരുക്കുന്ന തുല്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, പത്മനാഭനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ പെഗാസസിനെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുക. അല്ലെങ്കിൽ അന്ന് ഐഫോൺ നടത്തിയ അലേർട്ടിനെ കുറിച്ച് നിങ്ങളുടെ ഏജൻസി നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലം എന്താണെന്ന് പുറത്തുവിടാൻ പറ്റുമോ? പുറത്തുവിടാൻ പറ്റില്ല. ഇതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ പറഞ്ഞതൊക്കെ ഇനി ഞാൻ ഒന്നും കൂടെ പത്മനാഭനോട് ചോദിച്ചോട്ടെ. അതായത് നിങ്ങളുടെ നേതാവായിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് ഒരിക്കലൊരു വലിയ ഒരു പ്രസ്താവന നടത്തിയത്. പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നതും ഒരു പാർലമെൻ്ററി രീതിയാണ്, പാർലമെൻ്ററി പ്രവർത്തനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് അദ്ദേഹം പറയാൻ കാരണം എന്തായിരുന്നു? ഒറ്റ കാര്യമുള്ളൂ, അതായത് 2G കുംഭകോണവുമായി ബന്ധപ്പെട്ട് സമ്മേളനങ്ങളെല്ലാം BJP തടസ്സപ്പെടുത്തി. ഞങ്ങളും ഉണ്ടായിരുന്നു, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. എല്ലാ സമ്മേളനങ്ങളും, ഒരു സമ്മേളനത്തിൻ്റെ 2 ദിവസം 3 ദിവസമല്ല, 3-4 സമ്മേളനങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ അലങ്കോലപ്പെടുത്തി. അന്നൊക്കെ എൻ്റെ പത്മനാഭ, നിങ്ങൾക്ക് ഈ പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ച് ഒന്നും ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ലേ? പൊടുന്നനെയാണോ നിങ്ങൾക്ക് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ മര്യാദയെക്കുറിച്ച് പെട്ടെന്നൊരു ഒരു വെളിപാടുണ്ടാകുന്നത്? നിങ്ങൾ പാർലമെൻറ്റ് ഇനി ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, പത്മനാഭനോട് ചോദിച്ചോട്ടെ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഭരണകക്ഷി ഒരാഴ്ച പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരാഴ്ച, ഏതായിരുന്നു നിങ്ങളുടെ വിഷയം? അതായത് 94 വയസ്സുള്ള ജോർജ് സോറോസ് എന്നുള്ളൊരു മനുഷ്യൻ 56 നെഞ്ചളവുള്ള ഒരു പ്രധാനമന്ത്രി നയിക്കുന്ന ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളതല്ലായിരുന്നു നിങ്ങളുടെ മുദ്രാവാക്യം? മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ടാവില്ലേ ആൾക്കാർ? പത്മനാഭ, നിങ്ങളുടെ കയ്യിലല്ലേ ഈ സാമ്രാജ്യമുള്ളത്? നിങ്ങൾ ജോർജ് സോറോസിനെതിരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ എക്സ്ട്രഡിഷൻ കരാറുണ്ട്, അദ്ദേഹത്തിനെ വിട്ടുതരാൻ പറ. ഇനി നിങ്ങൾ ആ ആരോപണത്തിൻ്റെ കൂടെ നിങ്ങൾ വേറൊരു കാര്യവും കൂടെ പറഞ്ഞു. എന്താണെന്നറിയാം പത്മനാഭ? അതായത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അമേരിക്കൻ ഗവൺമെൻറ്റും ഈ ജോർജ് സോറോസിനൊപ്പം ഈ അസ്ഥിര പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന്. നിങ്ങൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞ ശേഷം സ്വാഭാവികമായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പം കാനഡ ഇന്ത്യൻ ഹൈക്കമ്മീഷനെയൊക്കെ അവിടെ പുറത്താക്കിയ പോലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെയുള്ള ഡൽഹിയിലുള്ള ഇവിടുത്തെ US എംബസി അടച്ചുപൂട്ടി ഇവിടെയുള്ള അമേരിക്കക്കാരെയൊക്കെ ഇവിടുന്ന് നാട് കടത്തണം. അപ്പം നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്, നിയമമുണ്ട്. ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ എന്താ ചെയ്തേ? ഒരാഴ്ച പാർലമെന്റ് അങ്ങ് സ്തംഭിപ്പിച്ചു. ശരി ശ്രീ ജോൺ ബ്രിട്ടാസ്, വിഷയത്തിൽ ഞങ്ങൾ പാർലമെന്റ് സമർപ്പിച്ചിട്ടില്ല. ഇപ്പോൾ താങ്കൾ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. മനസ്സിലായി. ഇപ്പോൾ ശ്രീപത്മനാഭൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള താങ്കളുടെ മറുപടിയായി ഞാനിതാ വരുന്നു. ശ്രീ രാജു പി നായരിലേക്ക് ഞാനൊന്നുകൂടെ. ശ്രീ രാജു പി നായർ, അതായത് ശ്രീ രാജു പി നായർ, അതായത് ഇത് ആദ്യമായി ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഇട്ടിരിക്കുന്നു. ശ്രീ രാജു പി നായർ, രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഇട്ടിരിക്കുന്നു. ശാരീരിക ആക്രമണം, മുറിവേൽപ്പിക്കൽ, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, ക്രിമിനൽ ബലപ്രയോഗം, ഭീഷണിപ്പെടുത്തൽ, അക്രമത്തിന് പ്രേരിപ്പിക്കൽ, ഇങ്ങനെ തുടങ്ങിയ വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല ജഗ്ദീപ് ധൻഖർ പറയുന്നു, ഒരു BJP MP കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, രാഹുൽ ഗാന്ധിയിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അദ്ദേഹം വിവരിക്കുകയാണ്. പാർലമെന്റ് വളപ്പിലെ പ്രതിഷേധത്തിനിടയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഇട്ടിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നു. കോൺഗ്രസ് വളരെ ബോധപൂർവം ഈ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ നേരിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ബോധപൂർവം ഈ സഭ അലങ്കോലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി പെരുമാറി എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഈ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു, FIR ഇട്ടിരിക്കുന്നു. നിങ്ങളാണെങ്കിൽ പതിവ് ചായ സൽക്കാരത്തിൽ നിന്ന് പങ്കെടുക്കേണ്ട, ഞങ്ങളുടെ ആളുകൾക്ക് എതിരെ FIR ഇട്ടപ്പോൾ എങ്ങനെ പങ്കെടുക്കുമെന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ BJP ഉന്നയിക്കുന്ന ഈ പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്ക്, BJP MP പറഞ്ഞിട്ടുള്ള പരാതികൾ, BJP MPമാർ നേരിട്ട് ഈ രാജ്യസഭാ ചെയർമാന് നൽകിയ പരാതികൾ, ഇതിനെയൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിരോധിക്കാൻ പോകുന്നത്? അങ്ങ് ഈ ശ്രീപത്മനാഭൻ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അദ്ദേഹം കുറേ നേരം പറഞ്ഞു. ഇപ്പം എന്തായാലും മറ്റേ ജഗ്ദീപ് ധൻഖറെ ഇംപീച്ച് ചെയ്യാൻ ശ്രമിച്ച പോലെ ഞങ്ങൾക്ക് ഗോപികൃഷ്ണനെ ഇംപീച്ച് ചെയ്യാൻ എനിക്കും ബ്രിട്ടാസിനോട് പറ്റില്ലല്ലോ, അതുകൊണ്ട് കേട്ടോണ്ടിരുന്നതാ. ഒരു കാര്യമില്ലാത്ത കുറേ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്.
മനസ്സിലായില്ലേ? പിന്നെ ഈ കേസുകൾ എത്രയാന്ന് വെച്ചാൽ കേസ് എടുക്കട്ടെ. എത്ര കേസെടുത്തു രാഹുൽ ഗാന്ധിക്കെതിരെ? രാഹുൽ ഗാന്ധിയെ കേസെടുത്ത് ഗുജറാത്തിലെ കോടതികളെ സ്വാധീനിച്ച് അദ്ദേഹത്തെ ശിക്ഷിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? രാഹുൽ ഗാന്ധി നിർത്തിപ്പോയോ? രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ എത്ര കേസ് വേണമെങ്കിൽ എടുത്തോളൂ, പക്ഷെ നിങ്ങൾക്കെതിരെയുള്ള ശബ്ദം അണുവിട ഒരു അല്പം പോലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് പോവുകയുള്ളൂ. നിങ്ങളുടെ കേസുകളൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഊർജമാണ്. അത് മനസ്സിലാക്കുക. ഈ ഏകാധിപത്യം ചെയ്യുന്ന അങ്ങനെയാണ്. ഏകാധിപത്യം ചില ആൾക്കാർക്കെതിരെ കേസെടുത്ത് നിശബ്ദരാക്കാൻ നോക്കും. പക്ഷെ ആ നിശബ്ദരാക്കാൻ നോക്കിയ നടപടി തന്നെ ഏറ്റവും വലിയ ഒച്ചത്തിൽ തിരിച്ചു വരും. അപ്പോൾ മാളത്തിൽ ഒതുങ്ങേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ കേസിനെ സംബന്ധിച്ച്. B20 മുതൽ ഞങ്ങളിങ്ങനെ നടക്കുന്നുണ്ടല്ലോ കേസായിട്ട്, അതൊക്കെ അവിടെ നടക്കും. രണ്ടാമത്തെ കാര്യം, പാർലമെന്റ് വളപ്പിൽ നടന്ന സംഘടനവും പ്രശ്നവും എന്ന് പറയുന്നു. ഗോപീഷ്ണൻ, ഈ നേരം വരെ ആ പാർലമെന്റ് ഇത്രമാത്രം ക്യാമറകളുടെ നിരീക്ഷണത്തിലുള്ള, മാധ്യമങ്ങളുടെ ക്യാമറകൾ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇതിൻ്റെ ഒന്നും പുറത്തേക്ക് ഒരു വീഡിയോ പോലും വന്നിട്ടില്ലല്ലോ, ഒരു CCTV ഫുട്ടേജ് പോലും വന്നിട്ടില്ലല്ലോ. അപ്പൊ കാര്യം വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമാണ്. ആ കേസിൻ്റെയൊക്കെ മെറിറ്റ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ ഇവിടെ ശ്രീ പത്മനാഭൻ നേരത്തെ ഇവിടെ ബിട്ടാസ് ചെറുതായിട്ട് സൂചിപ്പിച്ചു പോയി, ബഹുമാനപ്പെട്ട MP അദ്ദേഹം സൂചിപ്പിച്ചു അഡാനിയെ സംബന്ധിച്ച്. എന്താ US അഡാനിക്കെതിരെയുള്ള കേസ്? അഡാനിക്കെതിരെയുള്ള കേസ് ഇന്ത്യക്കകത്ത് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അധികാരികളെ ഉപയോഗിച്ചുകൊണ്ട് കോഴ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. അദാനി ഇന്ത്യക്കകത്ത് കോഴ വാഗ്ദാനം ചെയ്യുന്നത് അമേരിക്ക കേസെടുത്തു. പക്ഷേ ഈ രാജ്യത്തെ നരേന്ദ്രമോദിക്ക് കേസെടുക്കണ്ട. ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്താ? ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മുഴുവൻ, ആ സ്റ്റോക്ക് മാർക്കറ്റിനെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യക്കാരായ മനുഷ്യരുടെ അധ്വാനത്തിന്റെ പണം, ആ പണം നിക്ഷേപിച്ചത് മുഴുവൻ ഇത്തരത്തിൽ കുമിള പോലത്തെ വ്യാജരേഖകൾ കൊണ്ട്, കണക്കുകൾ കൊണ്ട് കെട്ടിച്ചമച്ച ഒരു കമ്പനിയിലാണ്. ആ കമ്പനിയെ സെബി ഉൾപ്പെടെ സഹായിച്ചു എന്നുള്ളത് വന്നു. എവിടെ എത്തി അന്വേഷണം? ചർച്ച ചെയ്യണ്ടേ ഇന്ത്യ? സെബിയുടെ ചെയർപേഴ്സൺ ഈ അദാനിയുടെ കമ്പനികളിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നു എന്ന വാർത്ത വന്നു ഇല്ലേ? ചർച്ച ചെയ്യണ്ടേ? ഇതൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് പാർലമെന്റ് പ്രക്ഷുബ്ധമാക്കിയതിനെ സംബന്ധിച്ച് കോൺഗ്രസിന് തലക്കിടുകയാണ്. അങ്ങ് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം. ജാനുവരി 30, 2011 അന്നത്തെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. പാർലമെന്റ്സ് ജോബ് ഇസ് ടു കണ്ടക്ട് ഡിസ്കഷൻസ്, but many a time parliament is used to ignore issues, and in such situations obstruction of parliament is in favor of democracy. Therefore parliamentary obstruction is not undemocratic. ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളത്. പക്ഷെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാത്ത സമീപനമെടുക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നതും ഒരു ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പാർലമെന്റിനെ തടസ്സപ്പെടുത്തുന്നത് ജനാധിപത്യ വിരുദ്ധമല്ല. ആരാ? അരുൺ ജെയ്റ്റ്ലി. 2012 ഓഗസ്റ്റ് 26 അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. പോരെങ്കിൽ വേറൊന്നുകൂടി തരാം. സെപ്റ്റംബർ 7, 2012 അന്നത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ്, not allowing parliament to function is also a form of democracy like any other form. പാർലമെന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് ജനാധിപത്യത്തിന്റെ ഒരു രൂപമാണ് മറ്റു പല രൂപങ്ങളെ പോലെ. ഈ പറഞ്ഞ പാർലമെന്ററി ഒബ്സ്ട്രക്ഷൻസിനത്തെ ആശയപരമായി ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപിൽ 2G നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 2G കേസും 3G കേസും കോൾ സ്കാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ പാർലമെന്റിന്റെ എത്രയോ സമ്മേളനങ്ങൾ അതിന് ഒരു ദിവസം പോലും ചേരാത്ത രീതിയിൽ കംപ്ലീറ്റ് വാഷ് ഔട്ട് നടത്തിച്ച ഈ BJP ആണ്. എന്നിട്ട് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? സ്വന്തം നേതാക്കന്മാരുടെ വാക്കുകളെങ്കിലും ഓർക്കുന്ന ആർക്കെങ്കിലും വന്ന് ഇത്തരത്തിൽ ചാനലുകൾ ഇരുന്നിട്ട് ഈ രാജ്യത്ത് പാർലമെന്റിൽ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രശ്നം ഉന്നയിക്കുന്നത് അതിനെ ഇത്തരത്തിൽ തള്ളിക്കളയാൻ സാധിക്കുമോ? അപ്പോൾ ഈ രാജ്യത്ത് ഈ പാർലമെന്റ് ഇവിടെ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യം ഇപ്രാവശ്യം BJPക്കായിരുന്നു. നോക്കൂ എന്താ സംഭവിച്ചത് രാഷ്ട്രീയമായി നോക്കൂ. ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ ചെറിയ രീതിയിലേക്ക് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ മുന്നണിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ പാർലമെന്റ് അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് ഈ സർക്കാരിന്റെ ഏകാധിപത്യപരമായ സമീപനം കൊണ്ട്, ഈ സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധമായ സമീപനം കൊണ്ട്, ഈ സർക്കാരിന്റെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഐക്കണുകളെ അപമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും വലിയ കെട്ടുറപ്പ് ലഭിച്ചു എന്നുള്ള രാഷ്ട്രീയ വിജയം പോലും ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടിയിരിക്കല്ലേ. സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ എന്തൊക്കെയായിരുന്നു വാർത്തകൾ?
ഈ പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ. ഇന്ന് പാർലമെന്റ് അവസാനിക്കുമ്പോൾ എന്താ വാർത്ത? അപ്പൊ ഇതിന് ആര് അപ്പൊ രാഷ്ട്രീയമായിട്ട് അതിന്റെ വിജയവും പ്രതിപക്ഷ പാർട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നു. പിന്നെ രാജ്യത്ത് ഈ RSSന്റെ ആശയം എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ സാമൂഹിക നീതിയെയും സാമ്പത്തിക നീതിയെയും ഇല്ലാതെയാക്കിയതെന്നുള്ള ചർച്ച വീണ്ടും വന്നിരിക്കുന്നു. BJPയുടെയും RSSന്റെയും അംബേദ്കർ വിരുദ്ധതയും ഈ രാജ്യത്തെ സംവരണ വിരുദ്ധതയും ഈ രാജ്യത്ത് സാമ്പത്തിക നീതി നടപ്പാക്കണമെന്നുള്ള ആശയം ഉൾപ്പെടെ വീണ്ടും ചർച്ചയ്ക്ക് വരികയാണ്. ഞങ്ങൾ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച അതേ വാദങ്ങൾ കൊണ്ടുവരുന്നു. കോൺഗ്രസ് നിരന്തരമായി അംബേദ്കറേറ്റ് ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇന്ന് അംബേദ്കർ ആശയങ്ങളെ തള്ളിപ്പറഞ്ഞവർ മാത്രമല്ല, അംബേദ്കറെ തന്നെ ആക്ഷേപിക്കുന്ന RSSന്റെ രൂപമായിട്ട് അമിത്ഷാ നിൽക്കുന്നു. അപ്പോൾ ആശയപരമായും രാഷ്ട്രീയപരമായും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വിജയമുണ്ടാക്കിയ ഒരു പാർലമെന്റ് സമ്മേളനമായിരുന്നു കടന്നുപോയത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. അപ്പോഴും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞത് സഭയിലെ ബിസിനസ് നിങ്ങൾ ഒന്നായി കാണുകയാണ്. അതേസമയം ഒരു മിനിറ്റ്, അതായത് സഭയിലെ ബിസിനസ്സിനെ നിങ്ങൾ ഒന്നായി കാണുന്നു, അത് സഭാ നടപടികളുടെ ഭാഗമായിട്ടാണ് എങ്കിൽ പിന്നെ ഈ പരസ്പരം കൈകോർക്കാനും അല്ലെങ്കിൽ പരസ്പരം സംവദിക്കാനും സൗഹൃദം പങ്കിടാനും ഒക്കെയുള്ള ഒരു ചായ സൽക്കാരത്തിൽ നിന്ന് സഭയ്ക്ക് പുറത്തേക്ക് ഈ പ്രശ്നങ്ങളെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടായിരുന്നു? ശ്രീ രാജു പി നായർ, എനിക്ക് ആ ചോദ്യത്തിന് ഒരു മറുപടി വേണം. ഞാൻ ചർച്ചയിലേക്ക് വീണ്ടും അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇത്തവണത്തെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തടസ്സപ്പെട്ടത് ഏറിയ കൂറും അംബേദ്കറുടെ പേരിലായിരുന്നുവെങ്കിൽ അതിലെ കുറ്റക്കാർ പ്രതിപക്ഷമാണെങ്കിൽ ഈ അംബേദ്കറിനെ കുറിച്ച് അമിത്ഷാ നടത്തിയ പരാമർശങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണോ? അതാണോ BJPയുടെയും അഭിപ്രായം? അതാണോ ഭരണകക്ഷികളുടെ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ പിന്നെ നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് ചോദിച്ചതുപോലെ ഈ X പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ പ്രസംഗം വരാതിരിക്കാൻ എന്തിനായിരുന്നു ഒരു മുൻകരുതൽ? എന്തിനാണ് ഒരു വിശദീകരണം നടത്താൻ പിന്നെ മാധ്യമങ്ങളെ കണ്ടത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രതിരോധിച്ച് രംഗത്ത് വന്നവർ പോലും ഇത് ശരിയാണ്, ഈ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കാതിരുന്നത്? ആദ്യം ഒരു കാര്യം ഞാൻ പറയാം. ഈ പാർലമെന്റിന്റെ സമ്മേളനം ഭൂരിഭാഗവും തടസ്സപ്പെട്ടത് അംബേദ്കർ വിവാദത്തിന്റെ പേരിലൊന്നല്ല. അനാവശ്യമായി അഡാനി 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 എന്ന് വിളിച്ച് 6 ദിവസം അടുപ്പിച്ച് കോൺഗ്രസ്സുകാരെ തടസ്സപ്പെടുത്തിയ കോൺഗ്രസ്സുകാർ, ഇന്ത്യ സഖ്യമല്ല. കാരണം തൃണമൂൽ കോൺഗ്രസിനും SP ക്കൊന്നും അതിൽ പങ്കില്ല. അതാണ് സംഭവം. പിന്നെ ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി പാർലമെന്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ അത് സ്പീക്കറോ രാജ്യസഭാ ചെയർമാനോ ഡെപ്യൂട്ടി ചെയർമാനോ അത് എക്സ്പെൻഡ് ചെയ്യാത്തോളം കാലം അതിലൊരു തെറ്റുമില്ല. അതാണ് ഈ രാജ്യത്തെ ചട്ടം, നിയമം. അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെ രാജു പി നായർ ഒരു വാക്ക് ഉപയോഗിച്ചു, എന്താ അറിയോ? അതായത് കോടതികളെ സ്വാധീനിച്ച് നേടിയ വിധി, ഗുജറാത്തിലെ കോടതികളെ സ്വാധീനിച്ച് നേടിയ വിധി. അത് വാക്കിലൂടെ ഗുജറാത്തിലെ 3 ന്യായാധിപന്മാരെ അദ്ദേഹം സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. 3 ന്യായാധിപന്മാരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. ഒന്ന്, ഗുജറാത്തിലെ രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ച മജിസ്ട്രേറ്റിനെ. 2, ആ സെന്റൻസ് സസ്പെൻഡ് ചെയ്യാൻ വിസമ്മതിച്ച നമ്മളെ ജില്ലാ ജഡ്ജിനെ. 3 അവിടത്തെ ഹൈക്കോടതി ജഡ്ജിനെ. ഈ 3 പേരെയും ഇദ്ദേഹം സംശയത്തിന്റെ നിഴൽ. ചെറിയ സാങ്കേതിക പ്രശ്നം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗം കട്ടായി പോയിരിക്കുന്നു. എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ സൂം ലിങ്ക് കട്ടായി പോയിരിക്കുകയാണ്. നമുക്ക് കുറച്ചു നേരം നോക്കാം. ശ്രീ രാജു പി നായർ, അതിനകത്ത് എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? ഈ അത്തരത്തിൽ ഈ ന്യായാധിപന്മാരെ സംശയത്തിന് നിഴലിൽ നിർത്തി എന്ന ആക്ഷേപമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അല്ല, അത് സംശയത്തിന് നിലനിർത്തിയല്ല, വളരെ സത്യമായിട്ട് തന്നെ പറഞ്ഞാൽ സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളത് ആ ജഡ്ജിയുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ആ ജഡ്ജിക്ക് എങ്ങനെ ഈ വിധിക്ക് ശേഷം ജില്ലാ ജഡ്ജിയിലേക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് നോക്കിയാൽ, ഈ കേസ് എപ്പോഴാണ് ഫ്രീസ് ചെയ്യപ്പെട്ടത്, അതിനുശേഷം ഫെബ്രുവരി 7-ാം തീയതിക്ക് ശേഷം എപ്പോഴാണ് പിന്നീട് ആ കേസ് പരിഗണിക്കപ്പെട്ടത് എന്ന് നോക്കിയാൽ, ആ ഇതിനകത്ത് ആ ജഡ്ജിന്റെ ബാക്ക് ട്രാക്ക് നോക്കിയാൽ ഇതെല്ലാം വളരെ വ്യക്തമല്ലേ? ന്യായാധിപന്മാരെ കുറിച്ചുള്ള അത്തരം പരാമർശങ്ങൾ ഞാൻ താങ്കൾക്കൊപ്പം ഇല്ല. അതായത് ഞാൻ പറഞ്ഞത് താങ്കളുടെ ഓൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ
അല്ല, ഞാൻ അതിനിടയിൽ ഒരു കാര്യം കൂടി, ഈ ചായ സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ താങ്കൾ ഞാൻ പറയണേ കോടതി ലക്ഷ്യ കേസ് കൊടുത്തോട്ടെ 24 എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അല്ല, അത് ആ സ്റ്റേറ്റ്മെന്റിനൊപ്പം ഞങ്ങളില്ല. അത് പിന്നെ താങ്കളുടെ നിരീക്ഷണമായിട്ട് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നു. ശരി, ഞാനതാ ഒരു ചെറിയ ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇവിടെ അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ ചില കാര്യങ്ങൾ പറയാൻ അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പാർലമെന്റ് സ്ഥിരമായി തടസ്സപ്പെടുന്നതും ഒരു പാർലമെന്ററി പ്രവർത്തനം ഊർജ്ജവിതമായി നടക്കുന്നു എന്ന് പറഞ്ഞത് BJPയുടെ അംഗങ്ങൾ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഈ ചർച്ചയിൽ ജോൺ ബ്രിട്ടാസ്. ഏതായാലും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പ്രക്ഷുബ്ധതയോടുകൂടി അവസാനിച്ചെങ്കിലും അതിനുശേഷവും ഈ തുടർ ചർച്ചകൾ ഉണ്ടാകും. അംബേദ്കറിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പാർലമെന്റിന് പുറത്തും ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിനെ ഭരണകക്ഷി എങ്ങനെ നേരിടും എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് ഒരിക്കൽ കൂടി നന്ദി.